പേളി മാണി എന്നെ ബ്ലോക്ക് ചെയ്തു ഗൈസ്. എന്ത് പറ്റിയാളിയാ? തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. സത്യം പറഞ്ഞത് ഇവിടെ ഒന്ന് പറയണമെന്ന് ഓർത്തില്ല, പക്ഷെ എനിക്ക് പറയണം തോന്നി. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? സമരം ചെയ്യുന്ന കുട്ടികളെ നോക്കി പേളിച്ചേച്ചി പറയാണ്, എന്റെ പൊന്ന് മക്കളെ, നിങ്ങളുടെ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടു മക്കളെ, നിങ്ങൾക്ക് പരിക്കേറ്റതൊക്കെ നമ്മൾ കണ്ടു, നിങ്ങളുടെ ഐക്യം കണ്ടു, നിങ്ങളുടെ നിശ്ചയദാർഢ്യം കണ്ടു, എല്ലാം നമ്മൾ കണ്ടു. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയല്ല, ഇങ്ങനെ. ഒരു ലക്ഷ്യവും ജീവൻ നഷ്ടപ്പെടുത്താൻ തക്ക വിലയുള്ളതല്ല. ജെസി മതിയാക്ക്, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് പോവുക. ജീവിതത്തിലെ ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടികളുടെ സേഫ്റ്റിയെ കുറിച്ചും സംസാരിക്കുന്നു, എന്നാൽ സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ സിസ്റ്റത്തിന്റെ കാര്യങ്ങളും ആ രീതിയിൽ സംസാരിച്ചിട്ട് പോകുന്നു. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പോസ്റ്റ് ആണ്, അതായത് അവിടെയും ഇവിടെയും ഇല്ലാതെ നടുക്കി കൂടെ ഒരു ആദ്യം ഹെയ്റ്റും അൺഫോളോസ് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ ഡീസൻസി കീപ്പ് ചെയ്യണം. പാവം, എങ്ങനെ കഴിഞ്ഞ മനുഷ്യനാ. ഇത്രയും ദിവസത്തിന് ശേഷം ഇട്ടൊരു പോസ്റ്റ്, അത് അപ്പൊ തന്നെ കണ്ടാൽ മനസ്സിലാവും എല്ലാവരുടെയും പ്രശ്നം. കാരണം അതൊന്നും ഒതുക്കി തീർക്കാൻ ഒരു കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റാണിത്. കണ്ണീ ചോരയില്ലാത്ത വർത്താനം പറയല്ലേ കമാരാ. ഈ തലയ്ക്കകത്ത് ഒന്നുമില്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി. പുള്ളിക്കാരത്തിന്റെ ഒന്നും കയ്യിൽ നിന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല ഇത്. വളരെ മോശമായി. ഭാഗ്യം പേളിപാണി 1947 ഒന്നും ജീവിക്കാതിരുന്നത്. അല്ല, അന്ന് വേണമെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങുമ്പോൾ പേളിമാണി പറയുമായിരിക്കും, വേഗം എല്ലാവരും പിരിഞ്ഞു പോയിക്കോളും, നമുക്ക് ഇങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട, സമരം ഒന്നും വേണ്ട, ബ്രിട്ടീഷുകാർ എന്താന്ന് വെച്ചാൽ ഭരിച്ചോട്ടെ, നമ്മൾ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? നമ്മൾ ഈ നാണം കേട്ടല്ലോ. കുറെ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ഇങ്ങനെ ബ്രിട്ടീഷുകാരായിട്ട് കച്ചറ ഉണ്ടാക്കിയൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോയിക്കള്ളി. പെട്ടല്ലോ പടച്ചോനെ. ഓ, എങ്ങനെയാ എന്റെ ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറിയാ.